ഈയിടെയുള്ള മോഡിയുടെ സന്ദർശനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇന്ത്യ അമേരിക്ക ബന്ധത്തെക്കുറിച്ച് ഇന്ത്യ പൂർണ്ണമായും ഡൊണാൾഡ് ട്രംപിൻ്റെ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഡാറ്റകളടക്കം നമ്മൾ അങ്ങനെ തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡിപ്പോർട്ടേഷൻ്റെ സമയത്ത് ഇന്ത്യക്കാരോട് കാണിച്ച മിസ്ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഇത് അൺപ്രസിഡൻഷ്യലാണ് എന്നുള്ളത് അമേരിക്കയിലെ പത്രങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാരണം അവർക്കവിടെ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് ഒരു അത്യാവശ്യം അവെയറുള്ള ഒരു ജനത അവിടെയുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ഒരു മുതലാളിത്ത രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നത് കേട്ട് നിന്നു കൊടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നമ്മൾ 2047 വികസിതമാകാൻ ശ്രമിക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായും എക്കണോമിക് കാര്യങ്ങളാണല്ലോ അവിടെ കൂടുതൽ പരിഗണിക്കപ്പെടുക. ഇങ്ങനെ ഒരു മുതലാളിത്ത രാജ്യത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂ അടക്കമുള്ള നമ്മുടെ ഹ്യൂമൻ റൈറ്റ് ആവശ്യങ്ങളടക്കം അതിങ്ങനെ കീഴടങ്ങി നിൽക്കുന്നൊരു സമയത്ത് ഇത് ഒരു എക്കണോമിക്കലി ആണെങ്കിൽ തന്നെ നമുക്കൊരു വലിയ തിരിച്ചടി നേരിടാൻ പോവല്ലേ സത്യം പറയാം. അതിൽ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യം എന്നുള്ള നിലയ്ക്ക് എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു മൻമോഹൻ സിംഗ് എപ്പോഴും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓൾ ഇൻക്ലൂസീവ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ളൊരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അങ്ങനെ ഒരു വികസിത രാജ്യമാകുന്നതിനെക്കുറിച്ചുള്ള സങ്കല്പം വെച്ചുകൊണ്ടാണ് നമ്മളിത് നഷ്ടമാണെന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് ഒരു 4-5 കൊല്ലം മുമ്പ് പറഞ്ഞൊരു കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ഗവൺമെൻറ് എന്ന് പറയുന്നത് വ്യവസായം നടത്താനോ കച്ചവടം നടത്താനോ ഒന്നുമല്ല. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു നടത്തിപ്പ് ഏജൻസി മാത്രമാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോവുക, അതുവഴി ആളുകൾക്ക് തൊഴിൽ, ഇതൊന്നുമല്ല ഗവൺമെൻറ് പണി. ഗവൺമെൻറ് ഒരു മീഡിയേറ്റർ മാത്രമാണ്. കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു ഏജൻസി മാത്രമായിട്ട് ഗവൺമെൻറ് മാറും എന്ന് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം അന്ന് പറഞ്ഞത് വ്യവസായങ്ങളുടെയും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ കാര്യത്തിലാണ് എന്നേ ഉള്ളൂ. അതുതന്നെയാണ് ഈ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചും ഒക്കെയുള്ള ഗവൺമെൻറ്റിൻ്റെ മനോഭാവം. വളരെ വൈകാതെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ മനോഭാവം. അതുകൊണ്ടാണ് ഇപ്പോൾ പല സബ്സിഡികളും ഗവൺമെൻറ് ഒഴിവാക്കുന്നത്. ഗ്യാസ് സബ്സിഡി ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് കുറച്ചെങ്കിലും അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളൊരു ലൈനിലേക്ക് വന്നത്. അത് അധികകാലം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമല്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സബ്സിഡി ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ സോഷ്യൽ വെൽഫെയർ എന്നുള്ള സംഗതിയിൽ നിന്ന് പതുക്കെ മാറുക, അത് വളരെ എസെൻഷ്യലായിട്ട് വേണ്ട സ്ഥലങ്ങളിൽ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ഏതാണ്ട് പൂർണ്ണമായിട്ട് വിഡ്രോ ചെയ്യുക, മറ്റ് സംഗതികളിൽ നിന്നും വിഡ്രോ ചെയ്യുക, അത് മുഴുവൻ കമ്പോളത്തിനും സ്വകാര്യ മേഖലയ്ക്കും കൊടുക്കുക. എന്നിട്ട് ഇതിനെ നടത്തിക്കൊണ്ട് പോകാൻ പാകത്തിനുള്ള ഒരു ഏജൻസി ആയിട്ട് ഗവൺമെൻറ് ഇത് തന്നെയാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ രീതിയും. അമേരിക്കൻ ഭരണകൂടം അങ്ങനെ തന്നെയാണ്. അവർ കുറേ കൂടെ വെൽഫെയർ സ്കീം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെ കമ്പോളവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അത് കുറേ കൂടെ അവർ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു നടത്തിപ്പ് ഏജൻസി മാത്രമാണ് ഗവൺമെൻറ് അവിടെ. ഏതാണ്ട് ആ ലെവലിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണ് അദ്ദേഹം 2047 വികസിത രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഓൾ ഇൻക്ലൂസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചേ അല്ല അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അമേരിക്കൻ മാത്രം തന്നെയാണ്. അപ്പോൾ അമേരിക്കയിൽ നമ്മൾ ഈ വികസിത രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ സ്ലം ഡ്വല്ലേഴ്സായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ. അവിടെ വിദ്യാഭ്യാസത്തിന് അവസരം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ. അവരെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ലല്ലോ. അവരൊക്കെ ചേർന്നിട്ടാണ് അത് വികസിത രാജ്യമായിട്ട് അവിടെ നിൽക്കുന്നത്. ഏതാണ്ട് അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇദ്ദേഹവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് വന്നപ്പോൾ അത് കുറേ കൂടെ ഒരേ മറ്റ് അമേരിക്കൻ ഭരണാധികാരികളെ സംബന്ധിച്ച് ഇത് വളരെ പരസ്യമായിട്ട് ഈ തീവ്രദേശീയത പറയുക, അല്ലെങ്കിൽ വംശീയത പറയുക, വെള്ളക്കാരുടെ മേന്മ ഉദ്ഘോഷിക്കുക, ഇതൊക്കെ മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാരെ സംബന്ധിച്ച് പരസ്യമായി പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ട്രംപിനെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അത് ആ മനോഭാവം ഇവിടെ ഉണ്ടല്ലോ. വംശീയതയും വർഗീയതയും വിദ്വേഷവും മുസ്ലിം വിരോധവും ഒക്കെ പരസ്യമായിട്ട് പറയാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ്. ഇത് വളരെ ചേർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഈ 2047 വികസിത രാജ്യം എന്നുള്ള ലക്ഷ്യം അദ്ദേഹം പറയുന്ന കാഴ്ചപ്പാടിലൂടെ ആ ലക്ഷ്യം മുൻപോട്ട് പോകുന്നതിന് ഇതൊരു തടസ്സമായിട്ട് നിൽക്കും എന്ന് ഞാൻ വിചാരിക്കില്ല.